അയ്യു ബിദഅത്തിൻ അഅളമ വഅസ്നഅ മിൻ ഹുബ്ബിദ്ദുനിയാ. ദുനിയാവിനോടുള്ള പ്രേമത്തെക്കാൾ വലിയ ബിദഅത്ത് എന്താണ്? അത് അമ്പിയാക്കളെ സിഫത്തല്ല, അത് പിന്നീട് ദുനിയാവിൻ്റെ അതിൽ കാര്യം ഉണ്ടാക്കിയതാണ്. അത് പണ്ടില്ല. മൗലൂദ് ഓതലല്ല, മൗലൂദ് മുസ്തഫാ നബിന്റെ കാലത്തെ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുന്നുണ്ട്. എന്താ ബിദഅത്ത് പിൽക്കാലത്ത് നമ്മൾ ഉണ്ടാക്കിയൊരു ബിദഅത്ത്. അതെന്താണ്? ബഖിയത്തുൽ ഫറായിന, ഫിർഔൻമാരെ ബഖിയത്ത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. ഏത് ബിദ്അത്താണ്? ദുനിയാവിനോടുള്ള ഈ പ്രേമത്തെക്കാൾ വലിയ ബിദ്അത്ത് മുസ്ലിമീങ്ങൾക്ക് എന്താണ്? കഴിഞ്ഞ ആഴ്ച ഒരു അരവരി ബൈത്ത് ചൊല്ലിയിട്ട് അവസാനിപ്പിച്ചു. ദുനിയാവിനെ പ്രേമിക്കുന്നവൻ ഖായിലുൻ പറയേണ്ടി വരും. എന്ത് പറയാ? മുഹിബ്ബു ദുനിയാ ഖായിലുൻ ഐന ത്വരീഖ്. വഴി എവിടെ? വഴി കാണൂല. എന്തുകൊണ്ട് വഴി കാണൂല? എന്താ വഴി കാണാത്ത? എന്താ വഴി കാണാത്ത? എന്താ വഴി കാണാത്ത? ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഞാനല്ലേ മേലെ കയറി ഇരിക്കണത്, ഞാനല്ല പറയേണ്ടത്. പക്ഷെ നിങ്ങളെ തലക്ക് കൊടുക്കണം, അപ്പോഴേ പറയുള്ളൂ. മുഹിബ്ബുദുൻ അബൈത്തൊന്നുകൂടി ചൊല്ലി, അബൈത്തൊന്നുകൂടി ചൊല്ലി. മുഹിബ്ബു ദുനിയാ ഖായിലുൻ ഐന ത്വരീഖ് ഐനൽ ഖലാസുക മുസ്കിരിൻ ശരിബത്തിലാ. ഉത്തരം പറയും, മധ്യായ ഉത്തരം പറയും ഇൻഷാ അല്ലാഹ്. മധ്യായ ഉത്തരം പറയും ഇൻഷാ അല്ലാഹ്. നല്ല ഉഷാറിലിരിക്കണം. فمحمدنا هو سيدنا فالعز لنا لإجابته. الله والله والله والله. محب الدنيا قائل أين الطريق أين الخلاص كمسكر شرب الطلاء. മുഹിബ്ബു ദുനിയാ ദുനിയാവിനെ പ്രേമിക്കുന്നവൻ ഖായിലുൻ പറയേണ്ടി വരും. അതിനെ ത്വരീഖ് വഴി എവിടെയാണ്? വഴി എവിടെയാ എന്ന് പറയേണ്ടി വരും. വഴി എവിടെയാ? വഴി എവിടെയാ? വഴി എവിടെയാ? ആരോടാ വഴി എവിടെയാന്ന് ചോദിക്കണേ? ഇവനെപ്പോലത്തെ വേറൊരു അമുക്കിനോട്. മുഹിബ്ബു ദുനിയാ ഖായിലുൻ ഐന ത്വരീഖ് ഐനൽ ഖലാസു കമുസ്കിരിൻ ശരിബത്തിലാ. പോലെ തല കൊടുത്ത് ചിന്തിക്ക്. കയറി ഇരിക്കണോ? കയറി ഇങ്ങോട്ട് ഇരിക്കങ്ങോട്ട്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്. ഉത്തരം പറയാൻ പോവാണ്. ഉത്തരം ചെവി തുറന്ന് കേൾക്കണം. ഉത്തരം പറയുന്നത് ദുനിയാവിനെ പ്രേമിക്കുന്നവർ പറയേണ്ടി വരും വഴി എവിടെയാണ്? വഴി എവിടെയാണ്? അവനെ പോലത്തെ വഴി അറിയാത്തവനോട് വഴി ചോദിച്ച എന്താ കാര്യം? വഴി ഒരാൾ ചോദിക്കേണ്ടതല്ല, വഴി അയാൾക്ക് കിട്ടേണ്ടതാണ്. എന്തുകൊണ്ടാണ് വഴി ചോദിക്കേണ്ടി വന്നത്? എന്തുകൊണ്ട് വഴി ചോദിക്കുന്നത്? ആർക്കും പറയാം, ഏത് മൂല്യത്തിക്കും പറയാം, ആർക്കും പറയാം. ഉസ്താദ്മാർക്കല്ല, ഈ ഇരിക്കുന്ന മൂല്യത്തിൽക്കും ആർക്കും പറയാം. മൂല്യരല്ലാത്തവർക്കും പറയാം, മൂല്യത്തിൽ അല്ലാത്ത നാടന്മാർക്കും പറയാം. വഴി അടഞ്ഞു പോയി. എന്തടഞ്ഞപ്പോൾ? ഇജണടാകുട്ടി വഴി അടഞ്ഞു പോയി. കറക്റ്റ്. എനിക്ക് പറയാവുന്നതിന് പരമാവധിയാണ്. നല്ല കുട്ടിയാണ്. അവനൊരു 10-60-70 കിലോമീറ്റർ ദൂരം നിന്ന് ഈ ക്ലാസ്സിന് വരുന്നതിന് തുടങ്ങിയിട്ട് കൊല്ലങ്ങളാണ് പറ്റി. അപ്പോൾ അള്ളാഹു ആ വഴി തുറന്നു കൊടുക്കും. ഒറ്റക്ക് വരുന്നത് സത്യമാണ് പറഞ്ഞത്. അതാണ് ശരി. വഴി അടഞ്ഞു പോയി. മനുഷ്യന് ബസറുമുണ്ട്, ബസീറത്തുമുണ്ട്. അത് പറയാൻ കഴിയില്ല. അതിൻ്റെ ലാസ്റ്റ് വാക്കാണ്. മനുഷ്യൻ്റെ മുന്നിൽ 2 കണ്ണുണ്ട്, ബസറുമുണ്ട്, ബസീറത്തുമുണ്ട്. ബസീറത്ത് അടഞ്ഞാൽ ഹിദായത്തിൻ്റെ വഴി അടയും. മനുഷ്യൻ 2 കണ്ണ്, ഒന്ന് ജസദുമുണ്ട്, ഒന്ന് റൂഹുമുണ്ട്. ജസദിൻ്റെ വഴി കണ്ടുപിടിക്കലേ ഇയാൾക്ക് കഴിയൂ. റൂഹിൻ്റെ കണ്ണ്, റൂഹിൻ്റെ വഴി ബസീറത്ത് കണ്ടുപിടിക്കണം.
അലാ ബസീറ, അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ബസീറത്തിന് മേലാണ്. ബസീറത്ത് എന്നാൽ ഹൃദയത്തിൻ്റെ ഉൾക്കാഴ്ചയാണ്. അപ്പോൾ ഹിദായത്ത് കണ്ടെത്തേണ്ടത് ഇതല്ല, ഇത് ചോറ് കണ്ടെത്തേണ്ടതാണ്. പോത്തിനുണ്ട് പുല്ലേത് പറമ്പിലുള്ളത് നോക്കാൻ വേണ്ടി പടച്ചോൻ ഈ ഇവിടുന്ന് ഇടയിൽ ഫിറ്റ് ചെയ്തതാണ്. ഇത് പോത്തിനുണ്ട്, നായക്കുണ്ട്, മുഹല്ലതായ പട്ടിക്കുണ്ട്, പന്നിക്കുണ്ട്. ആർക്ക്? മനുഷ്യനുണ്ട്. മനുഷ്യൻ എന്ന ഇരുകാലികൾക്കുണ്ട്, നാക്കാലി ഇരുകാലി. മിൻഹും മൻ യംശി അലാ അർബഇ. നിങ്ങൾക്കാണിത് വലിയ ആവശ്യങ്ങൾ. ഞാൻ തലയിൽ കെട്ടി നാളെ ദീന് കൊണ്ടേ വെക്കും. വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ദീന് കൊണ്ടേ വെക്കരുത്. റസാഖായ റബ്ബിനെ പഠിച്ച ദീ വെക്കൂല. محب الدنيا قائل أين الطريق أين الخلاص كمسكين شرب الطلاء. മനുഷ്യൻ രണ്ടാണ്. വഖലഖനാകും അസ്വാജ, നിങ്ങളെ രണ്ടായിട്ടാണ് പഠിച്ചത്. മനുഷ്യൻ രണ്ടാണ്. രണ്ടേ ഒക്കെ ഉള്ളൂ, ഒന്നില്ല, ഒന്നാവനാ, ബാക്കിയൊക്കെ രണ്ടാ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആദ്യം എന്ത് വരും? റഹ്മിലേക്ക്, ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജസദിന്റെ അംശം വരും. എന്നത് മൂശയിലിട്ട് വാർക്കപ്പെടുമ്പോൾ 4-ാം മാസം മറ്റേ ആളുകൾ വരും, ഒറിജിനൽ. അപ്പോൾ ഓടി അവൻ മനുഷ്യൻ രണ്ടല്ലാത്ത ഒരാളില്ല. ആരുള്ളൂ? ഖുൽ ഹുവല്ലാഹു അഹദ്. അവൻ മുറക്കമല്ല, ബാക്കിയൊക്കെ മുറക്കമാണ്. മുസ്തഫ നബി അടക്കം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസദും റൂഹും ഇല്ലാത്തൊന്നുമില്ല, എല്ലാവരും രണ്ടല്ലാത്തവൻ ഒന്നാ. അവൻ രണ്ടല്ല, രണ്ടാവൂല. അവനാരാ? അല്ലാഹ്. വളരെ ചിന്തിക്ക് തല കൊടുക്കും. അപ്പോൾ ഏതൊരു ജീവിക്കും എന്ത് വേണം? ഏതൊരു ജീവിക്കും പടച്ചോൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ജസദ് പ്രധാനമായ ജീവികളുണ്ട്. ജസദ് പ്രധാനമായ ജീവികൾ. നാക്കാലികളൊക്കെ ജസദാണ് പ്രധാനം. അതിന്റെ ജസദിന്റെ മിടുക്കനുസരിച്ച് നമുക്ക് മതാഅല്ലക്കും വലിയ അൻആമിക്കും നമുക്ക് ഉപകരിക്കും. ഒരു പോത്തിന്റെ മേലെ കൂടുതൽ ഇറച്ചിണ്ടെങ്കിൽ അതിനെ അറക്കണവന് അത് കൂടുതൽ ഇറച്ചി കിട്ടും. മനസ്സിലായില്ലേ? തടിമെടുക്കുണ്ടെങ്കിൽ അതിനെ നിലമൊഴുതാൻ കൂടുതൽ ഉപയോഗിക്കാം. അകട്ടിൽ കൂടുതൽ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ഷീര കർഷകന് കൂടുതൽ പാല് കിട്ടും. അതൊക്കെ ജസദ് പ്രധാനമാണ്. ആ ജസദിലേക്ക് ഇന്തിഫാഅത്തുകളെ വലിച്ചെടുക്കലാണ് ഇത്. അത് റൂഹ് പ്രധാനമായ ജീവിയല്ല. മനുഷ്യനും ജിന്നും റൂഹ് പ്രധാനമായ ജീവികളാണ്. അവർക്ക് ജസദല്ല പ്രധാനം. പിന്നെന്താ? അവര് മറ്റു ജീവികൾ തിന്നാണ് വേണ്ട, മനുഷ്യൻ തിന്നാതിരിക്കാൻ വേണ്ട. സുമൂത്തസിഹു, നിങ്ങൾ എത്ര തീറ്റ കുറച്ചോ അത്രയും നിങ്ങൾക്ക് ആരോഗ്യം കൂടും. ഏതാരോഗ്യം? മനസ്സിന്റെ ആരോഗ്യം, ചിലപ്പോൾ ജസദിന്റെ ആരോഗ്യവും. ജസദ് റൂഹിന് എന്തായാലും ആരോഗ്യം ഉണ്ടാവും, പട്ടിണി നടന്നു. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ ഈ രണ്ട് വഴിയുണ്ട് മനുഷ്യന്. ജസദിലേക്ക് തൂക്കം കൂട്ടുന്ന വഴിയും റൂഹിലേക്ക് വെളിച്ചം കൂട്ടുന്ന വഴിയും. അതിൽ ദുനിയാവിന്റെ മേലെ ഒരാൾ വീണു പോയാൽ എന്തടഞ്ഞു? ഉറക്കെ പറയാൻ എന്തടഞ്ഞു? റൂഹിലേക്കുള്ള വഴി അടഞ്ഞു. കാരണം ബസീറത്ത് പിന്നെ വർക്ക് ചെയ്യൂല. ബസീറത്ത് വർക്ക് ചെയ്യൂല. ഉദാഹരണം പറയാ, പഴയ കാലത്ത് അങ്ങാടിയിൽ നിന്ന് കൂക്കി വിളിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടാൽ വല്യമ്മ പറയും, തിന്നതേറിയതാണ്. എന്തേന്ന് മനസ്സിലാക്കണ്ടത്? അങ്ങനെ പറയണ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കേട്ടവർക്ക് കൈവക്കാം. ഞാൻ ഒറ്റക്കാണ്ടല്ലോ, അൽഹംദുലില്ലാ. പറഞ്ഞ മനസ്സിലായില്ല അല്ലേ? അറിയ മനുഷ്യന്മാര് അങ്ങാടിയിൽ നിങ്ങളെ കൂക്കി വിളിക്കുക. ബാങ്ക് കൊടുക്കുന്ന നേരത്ത് വർത്താനം പറയാം, അങ്ങാടിയിൽ ബഹളം വെക്കുക. ഇപ്പൊ എന്താ പഴയ കാലത്ത് സ്വാലിയാത്തുകളായ വല്യമ്മമാരെന്താ പറയാ? തിന്നതേറിയ എന്താ ഉണ്ടാവുക? ബസറാണ് തീറ്റ കൊണ്ടുവരിക. ബസീറത്തടഞ്ഞുപോയി. ഞാൻ എൻ്റെ വല്യമ്മാൻ്റെ ചെല്ലപ്പെട്ടിയുടെ ഉദാഹരണം നിങ്ങൾക്ക് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ചെല്ലപ്പെട്ടി ഉണ്ടായിരുന്നു.
ബെറ്റില അടക്ക പോലത്തെ സാധനങ്ങൾ ഇടുന്ന ചെല്ലപ്പെട്ടി, അതിന് ഹാഫ് ഡോറേ ഉള്ളൂ. ഇങ്ങോട്ട് തുറന്നാൽ അങ്ങോട്ട് അടയും, അങ്ങോട്ട് തുറന്നാൽ ഇങ്ങോട്ട് അടയും. ദുനിയാവ് തുറന്നാൽ ആഖർ അടയും, ആഖർ തുറന്നാൽ ദുനിയാവ് അടയും. വളരെ ചിന്തിക്ക് തല കൊടുത്ത് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും അള്ളാഹു താല ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. എന്ത് തിന്നതേറി അപ്പൊ എന്തായി? ബസീറത്തടഞ്ഞു. ബസർമ മാത്രമേ പണിയുള്ളൂ. മനുഷ്യൻ മനസ്സിലല്ലേ മതിയാകും. എന്ത്? ഖൈമാത്തിൻ ചില ഉരുളകൾ, മനുഷ്യന് ചില ഉരുളകൾ മതിയാകും. യുഖിംന സുൽബഹു നടു നിവർത്താൻ ഉതകുന്ന, മനുഷ്യൻ നടു നിവർത്താൻ ഉതകുന്ന. യുഖിംന സുൽബഹു, സുൽബ് നട്ടല്. മനുഷ്യന് ജീവിക്കാൻ നട്ടല് നിവർത്താൻ കുറച്ച് ഉരുള മതിയാവും എന്ന് മുഹമ്മദ് മുസ്തഫ. ഹസിബിനു ആദം മനുഷ്യന് മതിയാകും ലുഖൈമാത്തിൻ ചില ഉരുളകൾ. ലുഖ്മത്ത് ഉരുള, ലുഖൈമത്ത്. ഞാനങ്ങോട്ട് ഇറങ്ങിയ ലുഖ്മത്ത് ഉരുള, ലുഖൈമത്ത് കുഞ്ഞുരുള, ലുഖൈമാത്ത് കുഞ്ഞുരുളകൾ. ബഷീറേ, ലുഖ്മത്ത് ഉരുള, ലുഖൈമത്ത് കുഞ്ഞുരുള, ലുഖൈമാത്ത് കുഞ്ഞുരുളകൾ. ഹസിബിനു ആദം മനുഷ്യന് മതിയാകും ലുഖൈമാത്തിൻ കുറച്ച് കുഞ്ഞുരുളകൾ. യുഖിംന അത് നിവർത്തിത്തരും സുൽബഹു അവന്റെ നട്ടെല്ലിനെ. മുഹമ്മദ് മുസ്തഫ മനുഷ്യൻ ജീവിക്കാൻ കുറച്ച് ചെറിയ ഉരുളട്ടിയാൽ മതി. എഴുതിയൊക്കെ ഹസിബിനു ആദം ലുഖൈമാത്തിൻ യുഖിംന സുൽബഹു. ഹസിബിനു ആദം മനുഷ്യന് മതിയാകും ലുഖൈമാത്തിൻ ചില ഉരുളകൾ. യുഖിംന അത് നിവർത്തിത്തരും. അഖാമ, ഖാമയുടെ മുതഅദ്ദിയായ അഖാമ, യുഖിംന അവ നിവർത്തിത്തരും. സുൽബഹു അവന്റെ നട്ടെല്ലിനെ. ഒന്ന് എണീറ്റിക്കാൻ കുറച്ച് ചെറിയ ഉരുളട്ടിയാവും. മനുഷ്യൻ അത്ര മതി. ഇത് തിന്നത് കൂടിയ അത് ആ അവസ്ഥയിലാണ് മനുഷ്യന് ബസീറത്ത് വർക്ക് ചെയ്യുക. അതേസമയത്ത് തിന്നലാണ് കൂടി. തിന്നൽ കൂടിയപ്പോഴോ ഇത് വർക്ക് ചെയ്തു. ബസീറത്ത് അടഞ്ഞു പോയി. محب دنيا قائل أين الطريق أين الخلاص كمسكر شرب الطلاء. നൗഫൽ പറഞ്ഞത് വളരെ കൃത്യമായ ഉത്തരമാണ്. പക്ഷെ ലാസ്റ്റ് പറയേണ്ട വാക്കാണ് എന്നേ ഉള്ളൂ. മനുഷ്യന് രണ്ടിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവന് ജസദുമുണ്ട്, റൂഹുമുണ്ട്. മനസ്സിലായില്ലേ? ജസദുണ്ട്, റൂഹുണ്ട്. മനുഷ്യൻ രണ്ടിനാൽ പടക്കപ്പെട്ടതാണ്. ജസദുമുണ്ട്, റൂഹുമുണ്ട്. ജസദിന് മാത്രമേ ഇത് വഴി കണ്ടെത്തുള്ളൂ. റൂഹിന്റെ വഴി ബസീറത്ത് കണ്ടെത്തണം. എന്താ ബസീറത്ത്? ഉൾക്കാഴ്ച. إنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. فإنها لا تعمى الأبصار. മുഖത്തെ കണ്ണിനല്ല അന്ധത ബാധിക്കുക. സൂറത്തുൽ ഹജ്ജ്. فإنها لا تعمى الأبصار. മുഖത്തെ കണ്ണിനല്ല അന്ധത ബാധിക്കുക. വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ. നെഞ്ചിന്റെ കൂട്ടിൽ കിടക്കുന്ന കണ്ണിനാണ് യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുക. സൂറത്തുൽ ഹജ്ജ് എന്നാണ് ഞാൻ ഓതിയത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله. فإنها لا تعمى الأبصار. മുഖത്തെ കണ്ണിന് കുരുട് ബാധിക്കുന്നത് കുരുട് അല്ല. അത് അവനെ വല്ലാതെ ഒന്നും ബുദ്ധിമുട്ടാക്കൂല. ഒരു പ്രഗത്ഭ സ്വഹാബി കുരുടന, പക്ഷേ പുറത്തേ കുരുടനുള്ളൂ, അകത്ത് കുരുടനല്ല. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു പുറത്ത് കുരുടന, കണ്ണിന് കാഴ്ചല്ല. പക്ഷേ ആ സ്വഹാബിയുടെ കാര്യത്തിൽ അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ എന്ന സൂറത്ത് ഇറങ്ങി. ആ സ്വഹാബിയെ പ്രശംസിച്ചുകൊണ്ട്
അല്ലാഹു പ്രശംസിക്ക ഒരു സ്വഹാബിയെ. അബസ അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? ഒരു സ്വഹാബിയെ പ്രശംസിച്ചു. ആ സ്വഹാബി കുരുടനാണ്. അൻ ജാഅഹുൽ അഅ്മാ. അന്ധൻ വന്ന് കേറിയപ്പോൾ. എന്നതിന്റെ അർത്ഥം അന്ധൻ. ആരെപ്പറ്റി ഇവിടെ അന്ധൻ എന്ന് പറഞ്ഞ്? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനാണ്. പക്ഷേ പുറത്തേ അന്ധനുള്ളൂ, അകത്ത് അന്ധനല്ല. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. തിന്നൂല, മര്യാദക്ക് തിന്നൂല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മര്യാദക്ക് തിന്നൂല. അതുകൊണ്ട് വളരെ നൈസാണ്, സ്കെൽറ്റാണ്. ആര്? ഇബ്നു മസ്ഊദ്. എത്ര വട്ടം പറഞ്ഞു? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മര്യാദക്ക് ഭക്ഷണം കഴിക്കൂല, തിന്നൂല. അപ്പൊ വളരെ വളരെ ശരീരത്തിന്റെ തൂക്കം കുറഞ്ഞ സ്വഹാബിയാണ്. ആര്? തൂക്കം കുറഞ്ഞ സ്വഹാബിയാണ്. ആര്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വളരെ തൂക്കം കുറഞ്ഞ ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പക്ഷെ കഴിക്കൂല. പക്ഷെ മെലിഞ്ഞ സ്വഹാബിയാണ്, മെലിഞ്ഞ സ്വഹാബിയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു ദിവസം അദ്ദേഹം ഉയരത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കാല് വെളിവയ്പു. കാലിന്റെ ഈ ഭാഗം കിട്ട് വെളിവായി കണ്ടപ്പോ ആളുകള് തഅജ്ജബു. ഇത്ര ചെറിയൊരു കാലുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം? ആ മനുഷ്യന്റെ തണ്ടം കാലിന്റെ നേർമ കണ്ട് സ്വഹാബികൾ ആശ്ചര്യപ്പെടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. അപ്പൊ മര്യാദക്ക് തിന്നൂല. അപ്പൊ ഈ കണ്ണ് വർക്ക് ചെയ്യണില്ല. പരമാവധി ഇങ്ങനെ കണ്ടെത്തി തിന്നാന്നുള്ള പണി ആർക്കില്ല? ഇബ്നു മസ്ഊദിനില്ല റളിയല്ലാഹു അൻഹു. അപ്പം മെലിഞ്ഞാണ്. മെലിഞ്ഞ് എന്ത് മെലിഞ്ഞു? സാക്ക് പറ്റ മെലിഞ്ഞു. സാക്ക്. മനസ്സിലായില്ലേ? ആ സ്വഹാബിയുടെ കാലിന്റെ നേർമ കണ്ട് മറ്റ് സ്വഹാബികൾ അത്ഭുതപ്പെടാൻ തുടങ്ങി. ഇത്ര ചെറിയ കാലുകൊണ്ട് എങ്ങനെ ഈ മനുഷ്യൻ കഴിഞ്ഞുവിടുന്നു? രണ്ടാളുകൾ അവിടെ നിന്ന് എണീക്ക് ഇവിടെ എണീക്കടാ. എന്നോടാ എണീക്കടാ. വിളിച്ചത് ചോട്ട് എന്നെ ശരിക്കും കാണട്ടെ. ഇങ്ങോട്ട് എൻ്റെ സദസ്സിന് കുരുത്തക്കേട് വാങ്ങരുത്. കുരുത്തക്കേട് വാങ്ങിയാൽ, ഈ സദസ്സിന് കുരുത്തക്കേട് വാങ്ങിയാൽ ഒരു ദുനിയാവാഹ നഷ്ടപ്പെടും. ഇത് അല്ലാഹുവിൻ്റെ സദസ്സാണ്. മനസ്സിലായിക്കോളി. പറഞ്ഞത് മനസ്സിലായില്ലേ? കാലിൻ്റെ നേർമ കണ്ട് ആശ്ചര്യപ്പെട്ടു. فقال النبي صلى الله عليه وسلم. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, അതതഅജ്ജബൂന മിൻ ദിഖത്തി സഖൈഹി. ഈ സ്വഹാബിയുടെ ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ നേർമ കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുവോ? വല്ലദീ നഫ്സി ബിയദിഹി. എന്റെ ആത്മാവിനെ കൈവശപ്പെടുത്തിയ അധികാരിയാണ് സത്യം. ലഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹുദിൻ. ഈ കാല് അല്ലാഹുവിന്റെ മീസാനിലേക്ക് വെച്ചാൽ ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടാവും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ബസറടഞ്ഞു. എന്ത് തുറന്നു? ബസീറത്ത് തുറന്നു. നമുക്ക് ബസീറത്തടഞ്ഞു, ബസർ തുറന്നു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? ഒന്നും കൂടി പറയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കാല് വളരെ നേർമയായ കാലാണ്. അതായത് മെലിഞ്ഞ കാലാണ്, വയ്യ, അത്രയും സ്കെൽറ്റാണ്. അപ്പോൾ ഹബീബായ നബി പറയാ, അതതഅജ്ജബൂന മിൻ ദിഖത്തി സാഖൈഹി. ഇതൊക്കെ ഹദീസ് എഴുതി വെക്ക്. അതതഅജ്ജബൂന മിൻ ദിഖത്തി സാഖൈഹി. ഈ മനുഷ്യന്റെ തണ്ടക്കാൽ കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുവോ? വല്ലദീ നഫ്സി ബിയദിഹി. എന്റെ ആത്മാവ് ഏത് റബ്ബിന്റെ കൈവശമാണ്, ആ റബ്ബാണ് സത്യം. ലഹുമ. ഈ കാലുകൾക്കുണ്ടാകും ഫിൽ മീസാനി. അർത്ഥം പറയും മനുഷ്യന്മാരെ. അല്ലാഹുവിന്റെ തുലാസിൽ അസ്ഖലു, ഏറ്റവും ഭാരം. അസ്ഖലു മിൻ ഉഹുദ്. അസ്ഖലു ഉഹുദല്ല, അസ്ഖലു മിൻ ഉഹുദ്. ഉഹദിനേക്കാൾ ഭാരം ഉണ്ടാവും. എന്തിന്? ഈ കാലിന്. ആരുടെ കാലിന്? സ്വഹാബികളുടെ കൂട്ടത്തിലെ
ഏറ്റവും സ്കെൽറ്റായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കാല് നാളെ എവിടെ തൂക്കും? തുലാസിലിട്ട്, അല്ലാഹുവിന്റെ തുലാസിലിട്ട് തൂക്കിയാൽ മനസ്സിലായില്ലേ? 1.5 കിലോമീറ്റർ ഉയരം, 6 കിലോമീറ്റർ നീളം ഉള്ള മദീനയുടെ അത്ഭുതമാണ് ഏത്? ഉഹുദ് മല. ആ മലയേക്കാൾ ഭാരണ്ടാവും. എന്തിന്? ഈ കാലിന്. എന്നോ ബസറിനാനുള്ള ഉപകാരമില്ല, പിന്നെ എന്തിന് ഉപകാര? ബസീറത്ത. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അമലുൻ ഖലീലുൻ ഫീ സുന്നത്തിൻ ഖൈറുൻ മിൻ അമലിൻ കസീരിൻ ഫീ ബിദ്അത്തിൻ. ബിദ്അത്തിൽ ഒരുപാട് അമൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് സുന്നത്തിൽ അല്പം അമലിയല. അതായത് ഇതിനൊരു എന്താ ഉത്തരം? ദുനിയാവിൽ വീണ് കിടക്കുന്ന ഇന്നത്തെ നമ്മുടെ അമലുകൾക്ക് ഒരു വിലയില്ല. നമ്മൾ ദുനിയാവിൽ വീണ് കിടക്കുക. നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അവിടെ പ്രശ്നം എന്താ? നമുക്ക് പറ്റിയത് ദുനിയാവിൽ വീണ് കിടക്കുക. ദുനിയാവ് അപ്പോൾ നമുക്ക് അടഞ്ഞു. എന്തടഞ്ഞു? ബസീറത്തടഞ്ഞു. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് ബസീറ വഴി ചോദിക്കേണ്ടി വരും. കിട്ടിക്കോളുന്നില്ല. അവന്റെ വഴിയോ അടയില്ല. ഓൻ വഴിയും കൊണ്ടാ വന്നത്. ഏതൊരു വ്യക്തിയും വഴിയും ഉണ്ടായിരുന്നു. ഏതൊരു വ്യക്തിയും വഴിയും ഉണ്ടാവുന്നതിന് 2 തെളിവ് പറഞ്ഞുതരാം. ഖുർആൻ തെളിവ് പറയാ, ഹദീസ് തെളിവ് പറയാം. നിങ്ങളിന്റെ കൂടെ ഇരിക്കണില്ലേ? ഷാറിലല്ലേ? ഏതൊരു വ്യക്തിയും ബസീറത്ത് തുറന്നാ വരുന്നത്. ഏതൊരു വ്യക്തിയും ബസീറത്ത് തുറന്നു. ബസീറത്ത് തുറന്നു, നിറഞ്ഞു. ബസറിനാലുള്ളത് അടഞ്ഞു. അങ്ങനെ ഒരു കുട്ടി ജനിക്കണത്. ബസറിനാലുള്ളത് അടഞ്ഞു, ബസീറത്തിനാലുള്ളത് തുറന്നു. അങ്ങനെ വരുന്നത് തെളിവ് പറഞ്ഞുതരാ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അൽ ഫിത്രത്തു അദ്ദീനുൽ ഖാലിസു. ഏതൊരു കുട്ടിയും ഫിത്രത്തിന്റെ മേലാണ് ജനിക്കുന്നത്. എന്താ ഫിത്രത്ത്? ശുദ്ധമായ ദീൻ. അപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോ എന്തുണ്ട്? റൂഹിന്റെ വഴിയുണ്ട്. അത് ദീനല്ലേ? എന്താ ആലോചിക്കുന്നത്? ഒരു കുട്ടി ജനിച്ചിട്ട് മദ്രസയിൽ പഠിച്ചിട്ടല്ല നന്നാവുന്നത്. നന്നായും ജനിക്കാണ്, പിന്നെ നാശാവുമ്പോ നമ്മൾ മദ്രസയിൽ കയറ്റാണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. ജനിച്ചപ്പോ കുട്ടി ആരാണ്? ആറ് മനുഷ്യന്മാര് നല്ല കുട്ടിയാണ്, പൂർണ്ണ തെറ്റിയ കുട്ടിയാണ്. ഇസ്ലാമിലെ 5ാമത്തെ കാര്യം എന്താ? എന്തൊരു മനുഷ്യന്മാർ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കാൻ നിങ്ങൾ വിചാരിച്ചു. ഇസ്ലാമിലെ 5ാമത്തെ കാര്യം എന്താ? 5 പറ. ഇസ്ലാമിലെ 5ാമത്തെ കാര്യം എന്താ? ഹജ്ജ്. അല്ലാഹു ഒരാൾ ചെയ്തു, കബൂലാക്കിയാൽ അവൻ ആരാവും? പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാവും. അപ്പൊ ഏറ്റവും ടോപ്പിലെത്തിയ ആൾ ഏറ്റവും ചെറിയ ആളെ പോലെയാവും. അപ്പൊ ഏറ്റവും ചെറിയ ആൾ ഏറ്റവും ടോപ്പിലാണ്, പിന്നെ കുറഞ്ഞതാണ്. ആണോ അല്ലേ? നമ്മൾ ഹജ്ജ് അല്ലാഹു കബൂലാക്കിയാൽ കുട്ടിയെ പോലെ ആവുന്നവരാണെങ്കിൽ അപ്പൊ നമുക്ക് മനുഷ്യനോട് പറയണ്ടേ അങ്ങനെ ആവുകയാണെങ്കിൽ ഹജ്ജിന് പോണില്ല. അങ്ങനെയല്ലേ പറയണ്ടേ? കാരണം ഞാൻ അത് ബിൽഡ് ചെയ്ത് അവസാനം 65 വയസ്സായിട്ട് ബിൽഡിങ് പൂർത്തിയാക്കാൻ നോക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് താഴത്തേക്കിട്ടാണെങ്കിൽ ഞാൻ ഹജ്ജിന് പോണില്ല എന്നല്ലേ പറയണ്ടേ? നമുക്ക് ആവശ്യം കുട്ടിയെ പോലെ ആകലാണ്. കാരണം കുട്ടിക്ക് പൂർണ്ണത ഉണ്ട്. എന്തിൽ പൂർണ്ണത ഉണ്ട്? ദീനിൽ പൂർണ്ണത ഉണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഏതൊരു കുട്ടിയും ഫിത്രത്തിന്റെ മേൽ ജനിക്കും. അവിടെ ഫത്ഹുൽ ബാരി അർത്ഥം കൊടുത്തിട്ടുണ്ട്. അൽ ഫിത്രത്തു അദ്ദീനുൽ ഖാലിസു. ഫിത്രത്ത് എന്നാൽ ഏറ്റവും ശുദ്ധമായ ദീനാണ്. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇസ്ലാമും മറ്റുള്ള മതങ്ങളും തമ്മിൽ വ്യത്യാസം. മനുഷ്യൻ പാപിയായി ജനിക്കുന്നു എന്ന് പറയുന്ന മതങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഇസ്ലാം ഇല്ല. മനുഷ്യൻ നല്ലവനായി ജനിക്കുന്നു, പിന്നെ ഭൗതിക സാഹചര്യം കൊണ്ട് അവൻ കെട്ടുപോവാണ്. അതിനെ തിരിച്ചുകൊണ്ടുവരാൻ എളുപ്പമുണ്ട്. ഒരു വ്യക്തിയുടെ ഊട്ട് മോശമാണെങ്കിൽ പിന്നെ നന്നാക്കാൻ കഴിയില്ല. ഇത് ഊട്ട് നല്ലതാണ്. മനസ്സിലായില്ല? ചിന്തിക്ക്. സിസ്റ്റം അനുസരിച്ച് നല്ല കുട്ടിയാണ്, ദീന് പൂർണ്ണമായുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഏതൊരു കുട്ടിയും ഫിത്രത്തിന്റെ മേൽ ജനിക്കുന്നു. അൽ ഫിത്രത്തു അദ്ദീനുൽ ഖാലിസു. അപ്പൊ ജനിക്കുമ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ട്? എന്തുണ്ട്? ദീനുണ്ട്. അഥവാ ബസീറത്ത് തുറന്നിട്ടുണ്ട്. ദീനുണ്ടാണെങ്കിൽ എന്ത് തുറക്കണം? ബസീറത്ത് തുറക്കണം. മലന്ന് കിടക്കണ കുട്ടി ചിരിക്കും. അപ്പൊ വല്യമ്മ പറയും, മലക്കുകളെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ കുട്ടികളെ കളിപ്പിക്കുന്നതായിരിക്കും. ആദ്യകാലത്ത് ഞാൻ വല്യമ്മാന്റെ പൊട്ടത്തിലാന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ മനസ്സിലാവുന്നത് വല്യമ്മാന്റെ ശരിയാണ്, നമ്മളെ പൊട്ടത്തിലാണ്. കറക്റ്റാണത്. കുട്ടി മലക്കിനെ കാണും, അത്രയാണ്. എന്തുകൊണ്ട്? മലക്കിനെ കാണുന്ന പറഞ്ഞിട്ടുണ്ട്. മലക്കിനെ കാണുന്ന പറഞ്ഞിട്ടുണ്ട്. ലൗ കുൻതും
അലാ മാ കുൻതും ഇൻദി ലസാഫഹതുകുമുൽ മലായികതു ഫിത്തുറുഖി വൽ അസ്വാഖ്. ലൗ ദുംതും, നിങ്ങൾ ദായിമായാൽ, അലാ മാ കുൻതും ഇൻദി, എൻ്റെ അടുക്കൽ എൻ്റെ സദസ്സിലിരിക്കുന്ന അതേ അവസ്ഥയിൽ നിങ്ങളാണ് ജീവിക്കുകയാണെങ്കിൽ ലസാഫഹതുകുമുൽ മലായികതു, മലക്കൾ നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യും, ഫിത്തുറുഖി, വഴികളിലും, വൽ അസ്വാഖി, ചന്തകളിലും പോലും. മനസ്സിലായില്ല? ലൗ ദുംതും അലാ മാ കുൻതും ഇൻദി, ഈ അവസ്ഥയിലെത്തിയാൽ മലക്കൾ വന്ന് നമ്മളെ മുസാഫഹത്ത് ചെയ്യും. ഈ അവസ്ഥ ആർക്കുണ്ട്? കുട്ടിക്കുണ്ട്. അതായത് പൂർണ്ണം ഒരു കളന്തോ ആരിലില്ല, കുട്ടിയിലില്ല. മലക്കൾ മുസാഫഹത്ത് ചെയ്യും, മലക്കൾ കുട്ടിയെ ചിരിപ്പിക്കും, കളിപ്പിക്കും. നബിക്ക് കിട്ടണില്ല, കുട്ടിക്ക് കിട്ടുന്നുണ്ട്. നബി മോശമായതുകൊണ്ടല്ല, എന്നാൽ കുട്ടിക്ക് കിട്ടിയത്. ഞാൻ മറിയമോ അന്നാലേക്ക് ഹാദ, ഇതെവിടുന്നേ മറിയമ്മേ? ഹോമിന കണ്ടില്ല, തള്ളാൻ ആര് പറഞ്ഞു? കുട്ടി പറഞ്ഞു. ആരോട് പറഞ്ഞു? നബിയോട് പറഞ്ഞു. ആരാ നബി? സയ്യിദുനാ സക്കരിയ. മനസ്സിലായില്ല? മറിയം ബീവിയെ ഏറ്റെടുത്ത ആളാണല്ലോ ആര്? സക്കരിയ നബി, എളാപ്പ. ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവാണ്. മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീവിയുടെ അനുജത്തിയുടെ ഭർത്താവാണ് ആര്? സക്കരിയ നബി. അവർ അന്ന് മുഖദ്ദസ് പള്ളിയിലെ ഖാദിയുമാണ്. അക്കാലത്ത് നേർച്ചയാക്കിയപ്പോൾ പിന്നെ നിർവാഹമില്ല, കുട്ടിയെ പള്ളി കയക്കല്ലാതെ. പിന്നെ അനുകൂല ഘടകമുണ്ട്. ഈ കുട്ടിയെ തൊട്ടാലൂന്ന് മുറിയാത്ത കെട്ടലഹറാമായ സ്വന്തം മക്കളെ പോലെ അധികാരമുള്ള ആളാണ് പള്ളിയിലെ ഖാദി. അപ്പോൾ ആ ഖാദിയാണ് വളർത്തുന്നത്. ഈ ഖാദി ആരുമാണ്? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 25 നബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട നബിയാണ് ആര്? സക്കരിയ. ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ എന്ന് പറഞ്ഞ യഹ്യയുടെ ബാപ്പയായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം റൂമിലേക്ക് കയറി വരുമ്പോൾ കുട്ടിയുടെ കയ്യിൽ അക്കാലത്ത് ജെറൂസലേമിൽ കിട്ടാത്ത പഴങ്ങൾ. അന്നലേക്ക് ഹാദാ, ഇതെവിടുന്നേ മറിയമേ? ഓമിന കണ്ടില്ല, ഇതെവിടുന്നാണ്? ഇതാണ്. കുട്ടി കിട്ടി, വലിയ കിട്ടിയില്ല. വലിയ നബിയാണ്, കുട്ടിയാണ്. അത് തിന്നാൻ കിട്ടാത്തതുകൊണ്ടാണോ മറിയം ബീവിക്ക് കൊടുത്ത്? മറിയം ബീവിക്ക് അല്ലാഹു തആല മിഹ്റാബിൽ ഭക്ഷണം കൊടുത്തത് സക്കരിയ നബി തിന്നാൻ കൊടുക്കാത്തതുകൊണ്ടാണോ? ഇത് ഉമ്മാന്റെ അഞ്ചത്തിനല്ലേ ഏൽപ്പിച്ചത്, മയ്യക്ക് തിന്നാൻ കിട്ടുമോ? അങ്ങനെയാണ്. എന്തൊരു കൗമ! നിങ്ങൾക്ക് വല്ല സോക്കടുണ്ട്? എന്താ ചോദിച്ചൊന്ന് പറഞ്ഞാൽ. ചങ്ങായിമാരെ, സക്കരിയ നബി തിന്നാൻ കൊടുക്കാത്തത് കൊണ്ട് പടച്ചോന് ഗ്രീൻ ചാനലിൽ വേറെ ഇറക്കി കൊടുത്തതാണോ ഇത്? അല്ല. ആണോ? അല്ല. കുട്ടിനെ കളിപ്പിക്കും, സന്തോഷിപ്പിക്കുവാണ്. കുട്ടിക്ക് തിന്നാൻ കിട്ടാത്തതുകൊണ്ടാണോ? അല്ല. കാരണം കുട്ടിയെ ഇതാരാ നോക്കണ്? നീതിമാനായ സക്കരിയ. സക്കരിയക്ക് ഇന്ന് കുട്ടിയില്ല. ഈ കുട്ടിനെ കണ്ടിട്ടാണ് പൂതിയായത്. അവർക്ക് മറിയം ബീവിയുടെ കളി കണ്ടപ്പോൾ സക്കരിയ നബിക്കും പൂതിയായി, എനിക്കൊരു കുട്ടിയാണോ? ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഈ കുട്ടിയുടെ മാത്രം കണ്ടപ്പോ എനിക്കും ഇത് ദ്വാർന്നാല് ഹന്നത്തിനല്ലേ കിട്ടുള്ളൂ, എനിക്കും കൊണ്ട് കിട്ടൂലല്ലോ. ഹന്നത്തിനും ഇമ്രാനും കിട്ടും, ഇതിന്റെ കുട്ടിയല്ല. വളർത്തിയ കൂലിട്ടൂലെന്നല്ല, ഒരു കുട്ടി അവന്റെ പിതാവിനാണല്ലോ ഏറ്റവും ദ്വാരക്കണ്ടേ. ഇപ്പൊ ഈ കുട്ടി ദ്വാരക്കൂലെന്നല്ല, പക്ഷെ എനിക്കെന്നെ ഒരു കുട്ടി ഉണ്ടായാൽ എത്ര നന്നായിരുന്നു എന്ന് ഈ കുട്ടിയെ കണ്ടപ്പോഴാണ് ആർക്ക് തോന്നണത്? സക്കരിയ നബിക്ക്. അങ്ങനെയാണ് മലക്കുകൾ വന്ന് പറയുന്നത്. എന്ത്? അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യാ, നിനക്ക് യഹ്യാ എന്നൊരു കുട്ടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിന്നാൻ കൊടുക്കാത്തത് കൊണ്ടാണോ അല്ലാഹു തആല ഭക്ഷണം കൊടുക്കേണ്ടത്? അല്ല. കുട്ടിയെ കളിപ്പിക്കുക, അത് പണ്ടേ അള്ളാന്റെ ഒരു സിസ്റ്റാണ്. കുട്ടികളെ കളിപ്പിക്കുക, ഇനി മലക്കുകളെ പറഞ്ഞേക്കും, ഭക്ഷണം കൊടുത്തേക്കും. എന്തുകൊണ്ട്? ഒരു ഖാലിസായ ദീനിലാണ്. ഏത് കുട്ടി? ഏത് മതക്കാരൻ്റെ കുട്ടിയും കുല്ലു മൗലൂദ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. എന്താ കാരണം? കുട്ടിക്ക് ബസറല്ല, ബസീറത്താണ് വിഷയം. ബസീറത്ത് തുറന്നു കിടക്കണം. നിഷ്കളങ്കരാണ്, വളരെ നിഷ്കളങ്കതയാണ്. കുട്ടിക്ക് സൽസ്വഭാവമാണ്. കുട്ടി തീക്കട്ട കണ്ടാൽ പിടിക്കും. എന്തുകൊണ്ട്? തീക്കട്ട ഉപദ്രവിക്കും എന്നത്
കുട്ടിക്കറിയില്ല. നമ്മൾ പച്ചവെള്ളം കണ്ടാലും അങ്ങനെ കൈയിടൂല. നമ്മൾ കയറി കാപ്പട്ടി ഉള്ളിലുണ്ട്, തൊട്ടുനോക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്. ഇവിടെ ചിന്തിക്കണം. കുട്ടി തീക്കട്ടാൽ പിടിക്കും. എന്റെ ഖാലിസായ മനസ്സാ. അപ്പൊ ഹുലുഖുൻ അലീമ, നല്ല സ്വഭാവമാണ്. ആരുടേത്? കുട്ടിയുടേത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഒരു മനുഷ്യന് രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് അവന്റെ ജസദുമുണ്ട്, ഒന്ന് അവന്റെ റൂഹുമുണ്ട്. ജസദിന്റെ ഭക്ഷണം ഇത് കൊണ്ടുവരും, എന്നാൽ റൂഹിന്റെ ഭക്ഷണം ബസീറത്ത് കണ്ടെത്തണം. അള്ളാഹു അവസ്ഥയിലെത്തുന്നതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമയും പറയും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.